നമ്മൾ iPhone 16 എടുത്തു. അങ്ങനെ ഇന്ന് നോക്കാൻ എന്തായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തിട്ടാണ് പോണേ. അപ്പൊ ഇനി ഇച്ചുവിന്റെ ചെലവാണ്. കള്ള ഫോൺ. അയ്യോ, ആദ്യമായിട്ട് 2 മണിക്കൂർ ഫോണിലാണ്ട് ജീവിക്കാൻ പോകുന്നു. നല്ല കാര്യം. അങ്ങനെ ഫോണിൽ നിന്ന് മാറിയിരിക്കണേ. ഫോണിലെ ഡാറ്റാസ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്തേക്കാണ്. നമ്മൾ ഫുഡ് അടിക്കാൻ പോവാ. 12 o'clock വിശക്കണം എന്ന് ഞാൻ. ഇപ്പൊ 3 മണിയായി. നമ്മ എന്ത് പുറത്തിറങ്ങിയാലും ഫുഡ് കഴിക്കുന്നത് 3 മണിക്ക്. അപ്പൊ നമ്മ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്ത കടയൊക്കെയാണ് പോണേ. ശരി, ഗൂഗിൾ മാപ്പിൽ നമ്മൾ എത്തി. പക്ഷെ ഏതോ വീടിന്റെ മുന്നിൽ റോഡ് കഴിഞ്ഞു. നടന്നു പോയി കണ്ടിരുന്നു. അയ്യോ മൈ ഗോഡ്. നമ്മ ഒരു കഫേ അഡിക്റ്റ് എന്ന് പറഞ്ഞ ഒരു കഫേ ഫുഡ് കഴിക്കണം വെച്ചതായിരുന്നു. പക്ഷെ വി ആർ ലോസ്റ്റ്. ഇനി നമ്മ ബാക്ക് എടുക്കണം. ഞാൻ മര്യാദക്കാ മെയിൻ റോട്ടിൽ പോകുന്നത്. അപ്പൊ ഇച്ച പറഞ്ഞ ഇവിടുന്ന് പോയെന്നു. ചെറിയ പോയേ ആയിരുന്നു. പക്ഷെ സ്ഥലമുണ്ടാ ചേച്ചി ചേട്ടാ ഇവിടെ നിന്ന് കഴിക്കാറുണ്ടെന്ന് ചോദിക്കാട്ടാ. ഇതാണ് കഫേ ഡേറ്റ്. വന്ന് കാർഡ് ഇത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാർഡൊക്കെ ആയില്ലേ. വൈബ് റെയിൽ പിടിക്കണോ കഴിഞ്ഞിട്ടാ പറയാ. അമ്മന്റെ ഞാനും വിചാരിച്ചു മോക്ക കുടിക്കണ്ടോ? മോക്ക കുടിക്കണോ? 180 rupees. 240 സിംഗിൾ ഒറിജിനൽ 100% അറബിക് ബ്ലെൻഡ് മതി. കാശില്ലെങ്കിൽ നമ്മൾ റിച്ചാണ്. എനിക്ക് ഇതിലേ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചോ? ഞാൻ കോഫി കുടിക്കാം, അത് കുടിക്കാം. ഹസൽനട്ട് ചോക്ലേറ്റ് ആണോ പീനട്ട് ബട്ടർ ആണോ? നമ്മളെന്താ ഹസൽനട്ട് കഴിച്ചേ? ആണോ? ഇതെന്ന് വെച്ചാൽ സ്മൂത്തി അല്ലേ? ഇഷ്ടം പീനട്ട് അറിയണോ ഇത് അറിയണോ? എൻ്റെ ഇഷ്ടം. വേറെ ഒന്നും ഡ്രൈ ഫ്രൂട്ട് അറിയണോ? അലക്ക് അന്ന് കുക്കിംഗ് ന്യൂട്ടേലിയാണോ പറഞ്ഞത്? നമ്മളെന്താ കഴിച്ചു? ഡ്രൈ ഫ്രൂട്ട് ആയിരിക്കുള്ളൂ. എൻ്റെ സ്വഭാവം അനുസരിച്ച്. പക്ഷെ എനിക്ക് ഓർമ്മ കൂടിയില്ല. പീനട്ട് പറഞ്ഞോ? പീനട്ട് ബട്ടറിന്റെ പീനട്ട് കഴിക്കുന്ന സാധനമല്ലേ? ഹസൽനട്ട് ചോക്ലേറ്റ്. ഹസൽനട്ട് ചോക്ലേറ്റ് അല്ല, അത് ചോക്ലേറ്റ് നല്ല രസം. അതടിക്കാം. ഞാൻ ബർഗർ ഉദ്ദേശിക്കുന്നു. നിനക്ക് വേണ്ട ഒരു ബർഗർ പാസ്ത കഴിക്കില്ല. പാസ്ത വേണം. അന്ന് ഇവിടുത്തെ പാസ്ത നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായില്ല. ഇഷ്ടമുണ്ടായതല്ലേ? നമ്മ ഇതാ പറഞ്ഞെന്ന് തോന്നണം. ഇത് അൽഫ്രഡോ അത് മറ്റോടത്താന്ന് തോന്നുന്നു. ബർഗർ തന്നെ പോലെ 2 ബർഗർ മതിയില്ലേ? വേണമെങ്കിൽ വേറെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ഹാഫ് ആക്കാൻ. ഞാൻ ഉദ്ദേശിച്ച ബർഗർ ബഫല്ലോ ചിക്കൻ ബർഗർ. ബഫല്ലോ ചിക്കൻ ബർഗർ. ബഫല്ലോ സോസ് കോട്ടഡ്. നിനക്ക് ഏതാണ്ട് നമ്മളേക്കുണ്ടല്ലേ സ്ഥലമൊക്കെ ഇവിടെ ആടൊക്കെ ഷൂട്ട് ചെയ്താ സിംപിൾ. മറ്റേ ഇതിൻ്റെ ഇവിടെ നല്ല വൈബുള്ള സ്ഥലങ്ങളുണ്ട്. ഡിറ്റ ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ വന്നതാണ്. അതിന് 1500 കാശും കൊടുക്കണം. അത് എന്താ അല്ലേ? വീഡിയോ അറിയില്ല. കഫേ റീൽ എടുക്കാതെ ആദ്യം ഇത് ലെങ്ത് എടുത്തിട്ടേ. ഇതൊക്കെ നല്ല വൈബുള്ള ഏതൊരു. അപ്പം നമ്മൾ പറഞ്ഞ ഹസൽനട്ട് സ്മൂത്തി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതാ കഴിച്ചതിന് ഡിറ്റയ്ക്ക് ഓർമ്മ. എനിക്കറിയില്ല. ഡിറ്റ കഴിച്ചു നോക്കിയാൽ ഗുഡാണോ ബാഡാണോ? നല്ല തണുപ്പിട്ടാ. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ വയറ് അറിയുമോ? അന്ന് 2 മണിക്കൂർ ഇരുന്നു. അന്ന് പിന്നെ റൊമാൻറ്റിക് ടൈം ആയതുകൊണ്ടും വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടും നൈസ് സൂപ്പർ ഗുഡ്. ഇങ്ങനെ നമ്മുടെ അമേരിക്കയിൽ എത്തി. ഏതോ സാധനമൊക്കെ എത്തി. കൈമാറ്റം പെടുന്നു.
ഇപ്പൊ താഴെ ഇടരുതിട്ടാ. നല്ല അടിപൊളിയായിട്ടാ ബണ്ണേ. അതിന് കഴിച്ചില്ല. ബണ്ണേ ഭയങ്കര സോഫ്റ്റാ. ഓക്കെ ആദ്യം കഴിച്ച ബീഫാ എങ്ങനെയുണ്ട്? അല്ല പക്ഷെ നമ്മൾ ടോണിക്ക് വെച്ചില്ലേ ഇത് ഭയങ്കരമായിട്ടും. ചിക്കൻ കഴിച്ചേക്ക് ടേസ്റ്റ് ഒക്കെ പറഞ്ഞേ. എങ്ങനെയുണ്ട്? പറ. ഇത് നമ്മള് മെക്ഡോണൽസ് കഴിക്കണ തായ്ലൻഡ് പോയി മെക്ഡോണൽസ് വെച്ചല്ലേ ആ ഫീലിംഗ് കിട്ടിയ. ഇനി ആ സാധനം കുടിക്കണല്ലേ? നോക്കാം എൻ്റെ നോക്കാം. ആഫ്റ്റർ ലോങ് ടൈം ഐ ആം ബാക്ക് ടു നോക്കാം. ഏട്ടയ്ക്ക് മോക്ക് അത്ര ഇഷ്ടമല്ല. റിയലി ഗുഡ്. നൈസ്. ഹോം മെയ്ഡ് ടച്ച് കിട്ടിയ അല്ല കട ടച്ച് അല്ല, ഹോം വീട്ടിലൊക്കെ മമ്മിയൊക്കെ ഉണ്ടാക്കണ ബണ്ണ് നല്ല സോഫ്റ്റ് അല്ല. ഇനി ചിക്കൻ കഴിച്ച് പക്ഷേ റേറ്റ് ടോണിക്ക് വെച്ചൊക്കെ ഭയങ്കര കൂടുതലാണ്. ടോണിക്കിൽ ഈ 260 ഡബിൾ ലെയർ കിട്ടും. വയറ് നിറയും. ഇതിപ്പോൾ വയറ് നിറയുമ്പോൾ എനിക്ക് തോന്നുള്ളൂ. ഇതെങ്ങനെയുണ്ട് ചിക്കൻ? വേറെ നല്ലതാ ബീഫ് തന്നെ അല്ലേ? അമേരിക്കൻ ബർഗർ ഭയങ്കര സൂപ്പറാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിച്ച എല്ലായിടത്തും അമേരിക്കൻ സ്റ്റൈലാണ് അടിപൊളി. ഡിറ്റ് കഴിച്ചിട്ട് പിന്നെ ബർഗറിൽ ഇഷ്ടപ്പെട്ട ബീഫ് പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. പ്രൈസിൻ്റെ അത്ര കമ്പയർഡ് ടു ടോണിക്ക് കേട്ടോ. ലൈക്ക് 260 നമ്മൾ ടോണിക്ക് 300 നമ്മൾ ആശ്രയിച്ചതൊക്കെ ബർഗർ. പക്ഷേ കൂടുതൽ ലൈക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് വന്നപ്പോൾ ചെറിയ സാധനം പോലെ സാധനം നല്ലതാണ്. പക്ഷേ കുറച്ചുകൂടി ഇത് കഴിച്ചത് ഫീൽ ചെയ്യുന്നില്ലേ? ബ്രെഡൊന്നും പറയാനില്ല. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും വരാ കാണാം കഴിക്കുക. പണ്ടിട്ടത് ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ഉണ്ട്, കറങ്ങണ വീഡിയോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള ഇത്ര ആൾക്കാരുള്ളപ്പോൾ കിസ് അടിച്ചില്ല, അതിൻ്റെ വീഡിയോ ഉണ്ട്. പക്ഷെ ആ റീല് ഭയങ്കര നല്ല വേറെ റീലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട റീലാണ്. എൻ്റെ ഫോണിൽ എടുത്തേ. പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എസ്സിന് വേണ്ടി എടുത്തോ ബനാന പൗഡർ. നല്ല സാധനമാണ്, പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ വേറെ കുറേ കണ്ണങ്കായ പൗഡർ ഉണ്ട്, ബനാന പൗഡർ, ആരോ റൂട്ട് പൗഡർ, കൂമ്പൊടി, എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇത് നല്ല സാധനമാണ്. ഇത് എസ്സുവിന് കൊടുക്കാൻ വേണ്ടി എസ്സുവിന്. ഇനി എസ്സുവിനെ വേറെ സാധനം മേടിച്ചോ, ചെറുതേൻ. ഇതാണ് ചെറുതേനുണ്ട്. ഇത് വലിയ കുപ്പി, അത് വലുതേനാണ്. വലുതേന്ന് പറയുന്നത് വലിയ ചെടിയാ, അറിയില്ല? ഇത് വലുതേന്ന് പറയാ. ഇത് ചെറുതേൻ, ചെറിയ ചെടി. ബിരിയാണിക്ക് ചിക്കൻ പൊടി, ഇത് പൊടിച്ചിട്ടിടാം. മെയിൻ ബ്ലോഗേഴ്സ് എല്ലാവരും യൂസ് ചെയ്യണ സാധനമാണ് ഈ സാധനം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം എന്ന് ഉദ്ദേശിച്ച് ദിസ് വൺ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുമെന്നാണ് പറയണത്. അപ്പോൾ പപ്പയ്ക്ക് ഇത് മേടിച്ച് കൊടുക്കാം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 280 റുപ്പീസ്. അപ്പോൾ നമുക്കിതൊന്ന് അയ്യോ, നീ നിന്റെ ചിയ സീഡ് ഫ്ലക്സ് സീഡ് അതൊന്നും എടുത്തില്ലല്ലോ. നമുക്ക് പോവാം. അവിടെ ചേച്ചി വെട്ടിക്കളിക്കുന്നു. നീയേ
ആവശ്യമുള്ള സാധനം വലുതെടുക്കണോ ചെറുതെടുക്കണോ? ബെല്ലെടുക്ക. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം എല്ലാം കൂടി എടുത്തിട്ട് പൊടിയാക്കി കഴിച്ച. ഇറ്റ്സ് ഗുഡ്. ഇപ്പൊ വേറെ സാധനം വന്നിട്ടുണ്ട്. ഫുൾ ഫ്ലക്സ്. അല്ലടി വേറൊരു ഒരു സാധനം. സൺഫ്ലവർ സീഡ്. വേറൊരു എല്ലാ സീഡുള്ള ഇത് വാങ്ങിക്കണോ അതോ ഇത് വാങ്ങിക്കണോ? ഇതെല്ലാം പൊടിച്ചത്. ഇതാകുമ്പോ നീ പണിയെടുക്കേണ്ടി വരും. ഇതിലൊക്കെ വെറൈറ്റി സാധനമുണ്ട്. ഈ കൽക്കണ്ടം ഈ സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഏതൊരു അരിയാണ് ഈ വെള്ളം. പണിയെടുക്കണ്ട. മടിച്ചമാർക്ക് ഡീറ്റെയിൽ പോലത്തെ മടിച്ചകൾക്ക് ഇത് ഉപകരിക്കും. ഇതെന്തോരം ഉണ്ട്, എന്തോരം ഫ്രൂട്ട്സ് ഉണ്ട്, എന്തോരം നട്ട്സ് ഉണ്ട്. ഇതിൽ 16 സാധനങ്ങൾ പൊടിച്ച ഒരു മിക്സാണ്. ഇതിൽ എത്ര ഉണ്ട്? ഇതിൽ എഴുതിണ്ടാവോ? ഇതിലും എത്രയാണ് എനിക്കറിയില്ല. സെയിം ബ്രാൻഡ് തന്നെയാണോ? അതല്ലേ. അപ്പൊ സെയിം 16 സാധനങ്ങൾ ഇല്ലടി. ഇതിൽ ഇതൊക്കെ ഉണ്ട്. കൽക്കണ്ടൊക്കെ ഉണ്ട്. കൽക്കണ്ട അതിലുണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല സാധനമായിരിക്കും മടിയുള്ളവർക്ക്. ചെറുപയറൊക്കെ ഉണ്ട്. ഇത് ഈ സാധനമില്ലേ, ചെമ്പരത്തിപ്പൊടി, ഒന്നെങ്കിൽ ചായയിൽ കലക്കി കുടിക്കാം, നല്ല ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാം. അല്ലെങ്കിൽ നിന്റെ ഓയിൽ വേണമെങ്കിൽ പൊടിച്ച് ഓയിൽ ഉപയോഗിക്കാം. വേറെ മറ്റേ താളി ഉണ്ടായിരുന്നല്ലോ, മൈലാഞ്ചി പൊടി. മൈലാഞ്ചി പൊടി മേടിച്ചാലോ? എൻ്റെ തല എണ്ണ മേടിച്ചാലോ? അതെ, ഇതന്നെ മേടിക്കാം. ഡിറ്റയുടെ ക്ലാസ് ലേറ്റ് ആവുമെന്നുള്ള ഡിറ്റയുടെ ഒരു പേടി. ഒരു ക്ലാസ് ഇപ്പൊ മാറ്റി വെച്ചു. അടുത്ത ക്ലാസ്സിൽ ഞാനൊരു 5 മിനിറ്റ് മുന്നാണ് വീട്ടിലെത്താനൊക്കെ സമയം കാണിക്കണേ. അയ്യോ, ക്ഷീണായി. പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഐഫോൺ വാങ്ങിച്ചു. ഷോപ്പിംഗ് ഞങ്ങള് കൊറേ വണ്ടിത്തിരപ്പ് പിസ്തയും ക്യാഷ് അങ്ങനെ കാണാ സാധനങ്ങൾ വാങ്ങിച്ചു. അത് ഐഫോൺ 17 വാങ്ങിച്ചു. 16 വാങ്ങിച്ചു. നമ്മ തിരിച്ചിപ്പോ വീട്ടിൽ പോവാണ്. ഇന്നത്തെ എക്സ്പെൻസ് മാത്രമാണ് 1 ലക്ഷം രൂപ. ഡിറ്റയ്ക്ക് ഇപ്പൊ 3 ഫോണായി. 3 ഫോൺ. അതെ, ഇച്ചിന്റെ പുതിയ ഫോൺ. ഇച്ചു ലെതറിന്റെ കവറൊക്കെ വാങ്ങിച്ചു. മറ്റേ വയർലെസിന്റെ സാധനമുണ്ട്. ടെമ്പർ ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, വലിയ ആള്. ഓക്കെ, അപ്പൊ ശരി, ബൈ, ഗുഡ് നൈറ്റ്. ചായ കുടിക്കാൻ പറ്റിയില്ല. ആ ഒരു വശം മാത്രമേ ഉള്ളൂ. ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഈ രാത്രി എയർപോർട്ടിലേക്ക് പോകണം. അപ്പൊ ചായ കുടിക്കാം. ഡെക്കാത്തലോണും കൂടി കയറണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ല. ഡെക്കാത്തലോൺ പോയി നെറ്റിയുടെ സുംബ സെറ്റ് ആക്കണം വിചാരിച്ചാൽ അത് നടന്നില്ല. ബാക്കി എല്ലാം റെഡി ആക്കിയില്ല. സോ അതിനുവേണ്ടി നമ്മൾ വേറൊരു ദിവസം ഇറങ്ങണതായിരിക്കും. ഗുഡ് നൈറ്റ്. ബൈ.